ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. തേങ്ങ ചിരവ മടിയുള്ളവർക്കും അതുപോലെ വീട്ടിലിപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഏത് കറി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചിക്കൻ കറിയോ അതുപോലെ വെജിറ്റബിൾ സ്റ്റ്യൂ, പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസായിട്ടുള്ള പൊടിയല്ല, നമ്മളുടെ റവ പോലെയുള്ള കുറച്ച് തരിതരിയുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് ഒഴിക്കരുത്, കുറച്ച് വേണം നമ്മളിതിൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ക്യാരറ്റ് വേണം. അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ 2 ക്യാരറ്റും നമ്മളിപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ഈ പൊടി ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിട്ട പൊടിയും കാട്ടിയും ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇങ്ങനെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആകെ പൊടിഞ്ഞു പോകും. ഇനി ഇതുപോലത്തെ നമ്മളൊരു സ്റ്റീലിൻ്റെ പുട്ടിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ലെയർ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ടുണ്ട്. പൊടി ഇട്ടതിന് ശേഷം ഇങ്ങനെ അമർത്തരുത്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ ലെവലാക്കി എടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ 1 ലെയറും കൂടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ പുട്ടുകുറ്റി വയ്ക്കാം. എന്നിട്ട് പുട്ടുകുറ്റിയുടെ മൂടി ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഒരു ഹോള് കാണുന്നില്ലേ, ആ ഹോളിൽ കൂടെ നന്നായിട്ട് ആവി വരും. അങ്ങനെ ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുട്ടുകുറ്റി വെച്ചിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ പുട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി കൊണ്ട് ബാക്കി എല്ലാ പുട്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ എല്ലാ പുട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1.25 കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ പൊടി വെച്ചിട്ട് 7 പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ. മടിയൊക്കെ ഉള്ള ദിവസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടാണിത്. കാരണം കുറച്ച് പഞ്ചസാര ഉണ്ടായാലും മതി നമുക്കിത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.